ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ഏറ്റവും ബഹുമാന്യരായ കൊച്ചുമ്മമാരെ, കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹ വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ധ്യയിലാണ് നാം ഓരോരുത്തരും ഇന്ന് ആയിരിക്കുന്നത്. നാം എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുന്നുവെങ്കിൽ നാം പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇന്നലെ നമ്മെപ്പോലെ കിടന്നുറങ്ങിയ പലരും ഇന്ന് പ്രഭാതം കണ്ടില്ല. ഇന്ന് നമ്മോടൊപ്പം പ്രഭാതത്തിൽ ഉണർന്ന പലരും ഇന്ന് സന്ധ്യ കണ്ടില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലത്രേ, ദൈവത്തിൻ്റെ കരുണയാലത്രേ. നമ്മുടെ കുടുംബ മഹിമ കൊണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത കൊണ്ടോ, നമ്മളുടെ കുലമഹിമ കൊണ്ടോ ഒന്നുമല്ല, നമ്മുടെ ദൈവത്തിന്റെ കൃപയാലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഈ വർഷത്തെ വേദചിന്തകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന ഭാഗത്തെ ആധാരപ്പെടുത്തിയാണ്. എനിക്ക് മുൻപേ അധ്യക്ഷ പ്രസംഗത്തില് അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ, അഭിമന്യ തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ, പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ വന്ന് നിറയുമ്പോൾ മാത്രമാണ് നമ്മളുടെ ജീവിതം പ്രകാശപൂരിതമാകുന്നത്. നമുക്കറിയാമല്ലേ, നിറയുന്ന ഒരു വസ്തുവിന് മാത്രമേ തുളുമ്പാൻ സാധിക്കുകയുള്ളൂ. ഒരു വസ്തു നിറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാത്രം നിറയുമ്പോൾ മാത്രമാണ് അത് തുളുമ്പുന്നത്. അമ്മമാരുടെ ദിനത്തിലൂടെ നാം ഇന്ന് സഞ്ചരിക്കുമ്പോൾ ഒരു അമ്മ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചമ്മ സ്വാഗത പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു, നമ്മളൊരു ടീ ബാഗ് പോലെയാണ്. കാരണം എന്താണ്? ടീ ബാഗിന്റെ പൂർണ്ണമായ എസൻസ് ഇറങ്ങുന്നത് എപ്പോഴാണ്? അത് ചൂടേറിയ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുമ്പോഴാണ് എന്തിറങ്ങുന്നത്? അതിൽ നിന്ന് പൂർണ്ണമായ എസൻസ് ഇറങ്ങുന്നത്. പൂർണ്ണമായ ഏതൊരു ചൂടിൽ, കൊച്ചമ്മ അത് പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കുകയായിരുന്നു, നമ്മളുടെ ജീവിതത്തെ ഈ ടിൻ ഷീറ്റും പ്ലൈവുഡ് ഷീറ്റും, അല്ലെ, ടിൻ ഷീറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്, പ്ലൈവുഡ് ഷീറ്റും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും ഒരുപോലെ വെയിലിൽ വെച്ചാലും ഏത് ഷീറ്റിനാണ് കൂടുതൽ ചൂട് പിടിക്കുക? ടിൻ ഷീറ്റിനാണ് ചൂട് പിടിക്കുക, അല്ലെ? നമ്മുടെ ഭവനത്തിലും ഇതുപോലെയാ. പലപ്പോഴും നമ്മുടെ ഭർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ ആദ്യ പിടിച്ച് രോഗം ഉണ്ടാക്കി വെക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. എന്താണ്? ഈ അപ്പന്റെയും മക്കളുടെയും ഇടയിൽ, ഈ മക്കളുടെയും അപ്പന്റെയും ഇടയിൽ, മാതാപിതാക്കളുടെ ഇടയിൽ, സമൂഹത്തിന്റെ ഇടയിൽ എല്ലാത്തിനും ഉത്തരം പറയേണ്ട ടിൻ ഷീറ്റാണ് ഓരോ. ചൂട് എല്ലാവർക്കും ഒരുപോലെയാണെങ്കിലും അമ്മമാർക്ക് ചൂട് ഇച്ചിരി കൂടുതലാണ്. എല്ലാവരുടെ ഇടയിൽ റെഫറി ആയിട്ട് നിൽക്കേണ്ട ആൾ ആരാണ്? അമ്മയാണ്. മേശയുടെ ഇടയിൽ, കാര്യങ്ങളുടെയും പേഴ്സുകളുടെ ഇടയിൽ ഒക്കെ ചൂട് പിടിക്കുന്നത് ആദ്യം ആർക്കാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ നമ്മൾ പറയും, ഞങ്ങൾ അമ്മമാർക്ക് തന്നെയാണ് പല പ്രശ്നങ്ങളെയും പെരുപ്പിക്കുന്നതും പല പ്രശ്നങ്ങളെയും ഒതുക്കുന്നതും ആര് തന്നെയാണ്? അമ്മമാര് തന്നെയാണ്. ഇന്നത്തെ വേദഭാഗത്തിനായിട്ട് തിരഞ്ഞെടുത്തത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 35 വരെയുള്ള വേദഭാഗമായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞിന് പോലും കാണാതെ അറിയാം, ദൂതൻ മറിയാമിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് മറിയാമുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം. ആ കാലഘട്ടം മശിഹ ജനിക്കുമെന്ന് നോക്കി പാർത്തിരുന്ന ഒരു കാലം. അന്തപുരത്തില് രാജ്ഞിമാരെല്ലാം മശിഹായെ പ്രസവിപ്പാൻ ഒരുങ്ങിയിരുന്ന കാലത്തില് വെറും ഒരു അന്നയുടെയും യുയാക്കിയുടെയും മകളായിട്ട് ഒരു ഗ്രാമത്തിൽ ജനിച്ച മറിയാം എന്ന് പറയുന്ന ഒരു ബാലികയുടെ അടുക്കലേക്ക് ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം. ഓരോ അമ്മയുടെ അടുക്കൽ ദൂതൻ ഇത് പറയുവാൻ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ്? കൃപ നിറഞ്ഞവളെ. ഒരു കുടുംബത്തിലെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? കൃപയാണ്. ഒരു കുടുംബത്തെ നിയന്ത്രിക്കാൻ ഒരു അപ്പന് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ കൃപയാണ്. ഇതിനു മുൻപുള്ള ഭാഗത്തിൽ നമുക്കറിയാം, കൃപ നിറഞ്ഞവളായ എലിസബത്തിനും നീതിമാനായ പ്രാർത്ഥന നിർഭരനായ സക്കറിയാവിനെയും ഇവിടെ വീണ്ടും കാണുകയാണ്. കൃപ നിറഞ്ഞ മറിയാമിലും നീതിമാനായ യൗസേപ്പിനുമാണ് ദൈവത്തിന്റെ പുത്രനെ ജനിപ്പാൻ തക്കവണ്ണം ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊടുത്തത്. എന്തായിരുന്നു ദൈവത്തിന്റെ പുത്രന്റെ പ്രത്യേകത? അങ്ങ് മാലാഖമാരുടെ നാട്ടില്
ക്രോപകൾ വഹിക്കുന്ന തേരില് അഗ്നി സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിലേക്ക് അവതരിച്ചത് മറിയാമിന്റെ ഉദരത്തിലാണ്. മറിയാമിൽ ദൈവം കണ്ട യോഗ്യത എന്തായിരുന്നു? മറിയാം കൃപയുള്ളവളായിരുന്നു. എന്നിട്ടും മറിയാം ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന്. അങ്ങനെയാണ് 35-ാം വാക്യം നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത്. 35-ാമത്തെ വാക്യത്തിൽ ദൂതൻ മറിയാമിനോട് പറയാണ്, നീ ഒന്നും പേടിക്കണ്ട. കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അതിനാൽ നിന്നിൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇന്നിന്റെ ലോകത്തിൽ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി, നമ്മളിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം ദൈവീകമായി തീരണമെങ്കിൽ നമ്മളിൽ എന്തുണ്ടായേ മതിയാകൂ? പരിശുദ്ധാത്മാവ് ഉണ്ടായേ മതിയാവൂ. ഈ ലോകത്തിലെ എന്തെല്ലാം നമ്മൾ നേടിയാലും, ഈ ലോകത്തിന്റെ എന്തെല്ലാം നമ്മൾ കാൽക്കീഴിലാക്കാൻ ശ്രമിച്ചാലും, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇല്ല എങ്കിൽ നമ്മുടെ ഒന്നും ജീവിതം കൊണ്ട്, നമ്മുടെ ഒന്നും അമ്മ പദവി കൊണ്ട്, നമ്മുടെ ഒന്നും അപ്പൻ പദവി കൊണ്ട് ഒരു പ്രയോജനവുമില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണം, അത്യുന്നതന്റെ ശക്തി നമ്മളുടെ മേൽ നിഴലിടണം. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെല്ലാം എന്തായി തീരുന്നത്? വിശുദ്ധമായി തീരുന്നത്. വിശുദ്ധമായി തീരുമ്പോൾ മാത്രമാണ് നമ്മെ കണ്ടു പഠിക്കുന്ന നമ്മുടെ മക്കളും ആരായി തീരുന്നത്? നമുക്കെല്ലാം യേശുവിനെ പോലെയുള്ള കുഞ്ഞുങ്ങളെയല്ലേ ഇഷ്ടം? നമ്മുടെ മക്കൾ ആരെ പോലെ ആകണം? യേശുവിനെ പോലെ ആകണം. മിനിമം യോഹന്നാനെ പോലെ കിട്ടിയാലും ഇതൊന്നും ഒത്തില്ലെങ്കിൽ ശമൂവേൽ ബാലനെ പോലൊരു കുഞ്ഞിനെയെങ്കിലും, അല്ലെ? പലരുടെയും മക്കളെ നോക്കി നമ്മൾ പറയാനുണ്ട്, മക്കളായാൽ അങ്ങനെ ആയിരിക്കണം. എങ്ങനെ ആയിരിക്കണം? ശാരീരികവും മാനസികവും ആത്മീയവുമായി ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് അപ്രകാരമുള്ള മാതാപിതാക്കളിൽ നിന്നാണെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. കൃപ നിറഞ്ഞവരായ മാതാപിതാക്കളിൽ നിന്നാണ് കൃപയുള്ള മക്കൾ ഉണ്ടാകുന്നത്. എങ്ങനെയാണത്? അവർ സംസാരിക്കുന്നതും അവർ ജീവിക്കുന്നതും അവർ ഇടപെടുന്നതും എല്ലാം ദൈവ ആത്മാവ് കൊണ്ട് നിറഞ്ഞതായിരിക്കും. പ്രത്യേകമായിട്ട് ഈ കാലഘട്ടം ഒരു വലിയ വെല്ലുവിളിയുടെ കാലഘട്ടമാണ്, അല്ലെ? ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു ദുഷ്കാലമാണ്, അല്ലെ? ഇതൊരു ദുഷ്കാലമാണ്. ഈ കാലഘട്ടത്തിൽ നാളെ നമ്മൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം, അല്ലെ? ഈ ഓൺലൈൻ കാലഘട്ടത്തിൽ കൂടിയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഫോൺ എന്ന ശത്രുവിനെ മിത്രമാക്കി കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ കുഞ്ഞും ഫോണുമായിട്ട് സംഭവിക്കുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ എന്ന് ഒരു അധ്യാപിക എന്ന നിലയിൽ നേരിട്ട് കണ്ടനുഭവിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കറിയാം, അല്ലെ? മോനെ അത് ഓഫ് ചെയ്യുമെന്ന് പറയുമ്പോൾ എന്നാ പിടിച്ചോ, ഞാൻ പഠിക്കുന്നുമില്ല, അല്ലെ? കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരു വല്ലാത്ത ഒരു കാലത്തിൽ കൂടെ ഒരു പ്രതിസന്ധി സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ആകെ തകർന്നിരിക്കുകയാണ്. ഒന്ന് ചിരിക്കാനോ, ഒന്ന് മിണ്ടാനോ, ഒന്ന് ദേവാലയത്തിൽ പോകാനോ ഒന്നിനും വയ്യാത്തൊരു കാലമാണ്. ഇത് മനസ്സിലാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പണ്ട് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ എഫേസ്യരോട് ഇങ്ങനെ പറയുന്നുണ്ട്. 5-ാം അധ്യായം 15-16 വേദഭാഗം ഇങ്ങനെ പറയാണ്, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. നമ്മോടും ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇത് ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിക്കാത്ത 10 കന്യകമാരുടെ കഥ നമുക്കെല്ലാം, ആ ഉപമ നമുക്കെല്ലാം കാണാതെ അറിയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മണവാളൻ വരാൻ താമസിച്ചപ്പോൾ വിളക്കിൽ എണ്ണയില്ലാതെ ഉറങ്ങിപ്പോയ കന്യകമാരെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് വേദപുസ്തകത്തിൽ, അല്ലെ? അവിടെ കന്യകമാരുടെ പ്രത്യേകത അവർക്ക് വിളക്കില്ലായിരുന്നു എന്നല്ല, മറിച്ച് വിളക്കിൽ എണ്ണയില്ലായിരുന്നു എന്നാണ്. ഇന്ന് ക്രിസ്തീയ ഭാവമില്ലാഴികയില്ല, വചനത്തിന് യാതൊരു കുറവുമില്ല, ആത്മീയതയ്ക്ക് ഏത് മുഖാന്തരവുമുണ്ട്.
അഭിമന്യ തിരുമനസ്സുകൊണ്ട് നമ്മളെ ഓർമ്മിപ്പിച്ചു. രാവിലെ ഏതെല്ലാം തരത്തിലുള്ള മെസ്സേജുകൾ വേണം, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്, ചോയ്സ് അനുസരിച്ച് നമുക്ക് മൊബൈലിൽ കിട്ടും. യൂട്യൂബിൽ ആരുടെ സന്ദേശം വേണം, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്, ചോയ്സ് അനുസരിച്ച് കിട്ടും. അവിടെയാണ് ആദ്യം അധ്യക്ഷ പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞ വാക്ക് ചോദിക്കാനുള്ളത്. അവിടെ ഫിലിപ്പോസ് ഷണ്ണനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അച്ഛൻ നമ്മളോട് പറഞ്ഞു, ഫിലിപ്പോസ് തേരിലിരുന്നു കൊണ്ട് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു എന്നാണ് വാക്യം. അവിടെ ഫിലിപ്പോസ് അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ വായിക്കുന്നത് വല്ലതും നീ ഗ്രഹിക്കുന്നുവോ? ഇന്ന് ദൈവവും കർത്താവും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അച്ഛനോട് ആദ്യം നമ്മളെ ഓർമ്മിപ്പിച്ചത്. ഈ കേൾക്കുന്നത് വല്ലതും ഗ്രഹിക്കുന്നുവോ? ഇത് ഓഫ് ചെയ്ത് വെച്ച് വീണ്ടും നമ്മൾ ആരെ പോലെ ആകുകയാണ്? പഴയ നമ്മളെ പോലെയാണ്. അതുകൊണ്ടാ പണ്ട് കാലത്തൊക്കെ അമ്മച്ചിമാര് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ നേരത്ത് പാടുമായിരുന്നു, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീയൊരുങ്ങിയിട്ടുണ്ടോ, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീയൊരുങ്ങിയിട്ടുണ്ടോ, നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ, നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എണ്ണയുണ്ടോ നിന്റെ വിളക്കിൽ? ഈ കാലഘട്ടത്തെ ഓടിക്കുവാൻ, നിന്റെ കുടുംബത്തെ നയിക്കുവാനുള്ള എണ്ണ നിന്റെ വിളക്കിലുണ്ടോ? എണ്ണ നിന്റെ വിളക്കിലുണ്ടെങ്കിൽ, ഈ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിലും എന്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഏത് കാലഘട്ടവും ദുഷ്കാലമാണ്, അല്ലെ? അതാത് സമയം. ഇതിലും വലിയൊരു ദുഷ്കാലത്തിലെ ഒരു കഥ വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എവിടെയാണെന്നറിയാമോ? പുറപ്പാട് പുസ്തകത്തില്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം നിങ്ങൾക്കെല്ലാം കാണാതെ അറിയാവുന്ന ഒരാളാണ്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം മോശയുടെ ജനനത്തെക്കുറിച്ചാണ് പറയുന്നത്. മോശയുടെ ജനനത്തെക്കുറിച്ചും ആ കാലഘട്ടം എങ്ങനെയായിരുന്നു. ഫറവോൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എന്തായിരുന്നു കൽപ്പന? എബ്രായ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ആൺകുട്ടികളെയെല്ലാം മറുപടി പറഞ്ഞു കേട്ടോ. ഞാനൊരു സാധാരണ ടീച്ചർ, അപ്പൊ മറുപടി പറഞ്ഞു, അല്ലെങ്കിൽ ഉറങ്ങി കർത്താവിൽ നിദ്ര പ്രാപിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ആൺകുട്ടികളെയെല്ലാം കൊന്നുകളയണം. ആ ഒരു ദുഷ്കാലത്തിന്റെ പ്രത്യേകത, എബ്രായ കുടുംബത്തിൽ ആൺകുട്ടികൾ ഉണ്ടാകാൻ പാടില്ല. ആ കാലഘട്ടത്തിൽ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തില് ഒരു എബ്രായ ദമ്പതികൾക്ക് ഒരു ആൺകുട്ടി ജനിക്കുകയാണ്. പൈതലിനെ സൂതികർമ്മിണികൾ രഹസ്യമായിട്ട് ആൺകുട്ടിയാണെന്ന് ആരെയും അറിയിച്ചില്ല. ആ ആൺകുട്ടിയെ വളർത്താവുന്ന അത്രയും ദിവസങ്ങളിൽ അവർ കുടുംബത്തിൽ സൂക്ഷിച്ചു. എന്നാൽ വളർത്താൻ സാധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനെ എന്തു ചെയ്യണമെന്നവർ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ബാലിക തീരുമാനം എടുക്കുകയാണ്. ഒരു പെൺകുട്ടി അവിടെ ഒരു തീരുമാനം എടുക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഞാങ്ങണപ്പെട്ടി ഉണ്ടാക്കാം. അങ്ങനെ ഒരു ഞാങ്ങണപ്പെട്ടി ഉണ്ടാക്കിയിട്ട് ഈ കുഞ്ഞിനെ ആ ഞാങ്ങണപ്പെട്ടിയിലേക്ക് കിടത്തുകയാണ്. അതിനുശേഷം നമുക്കറിയാം, ഫറവോന്റെ പുത്രി കുളിക്കാൻ വരുന്ന കടവിലേക്ക് ഈ ഞാങ്ങണപ്പെട്ടി തള്ളിവിടുകയാണ് അവർ ചെയ്യുന്നത്. ഇവിടെ സ്പഷ്ടമായി പറയുന്നുണ്ട്, ആ ബാലിക എന്തു ചെയ്തു എന്നോ, ഫറവോന്റെ പുത്രി കുളിക്കുവാൻ വരുന്ന കുളിക്കടവിലേക്ക് ഈ ഞാങ്ങണപ്പെട്ടി തള്ളിവിട്ടു എന്ന് വളരെ നിസ്സാരമായിട്ടാണ് നമ്മൾ പറയുന്നെങ്കിലും നൈൽ നദിയുടെ തീരത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? നിറയെ മുതലകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഈ നൈൽ നദിയുടെ തീരം. അത്ര നിസ്സാരമല്ല ഇതവിടെ വെച്ചിട്ട് പോകുക എന്നത്. അതുപോലെ തന്നെ നിസ്സാരമല്ല ഓടി ഫറവോയുടെ പുത്രിയുടെ അടുത്ത് ചെല്ലുകയും ചെയ്യണം. അറ്റ് ദ സെയിം ടൈം രണ്ടും സംഭവിക്കണം. ഫറവോയുടെ പുത്രിയുടെ മുൻപിലേക്ക് ഈ ഞാങ്ങണപ്പെട്ടി ചെല്ലുന്നത് പോലെ ഈ പെൺകുട്ടി തള്ളിവിട്ടിട്ട് ഇവൾ ഓടിച്ചെന്ന് ഫറവോയുടെ പുത്രിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഈ ഫറവോയുടെ പുത്രിയുടെ അടുക്കലേക്ക് ചെന്ന് ഈ ഞാങ്ങണപ്പെട്ടി വലിച്ചെടുത്ത് കാണിക്കുകയാണ്. അവളുടെ ദൃഷ്ടിയിൽ കാണിച്ചു. എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് കാണിച്ചപ്പം, ഹായ്, സുന്ദരനായ ഒരു ബാലൻ അല്ലേ കുമാരി? നമ്മളും അങ്ങനെയല്ലേ? വീട്ടില് എന്തെങ്കിലും ആരെങ്കിലും മറന്നിരിപ്പുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട്, അങ്ങനെയല്ലായിരുന്നു അന്ന് പറഞ്ഞത്. അങ്ങനെ ഇവളെ ഓർമ്മിപ്പിച്ചു. ആ കുഞ്ഞിനെ എടുത്തിട്ട് ഇവള് തന്നെ പറയാണ്, ഇതൊരു എബ്രായ ബാലൻ, ഇത് എബ്രായ ബാലൻ. ഫറവോയുടെ പുത്രിയുടെ ഉള്ളിൽ ഈ ബാലനെ കുറിച്ചുള്ള സ്നേഹം അവൾ വർദ്ധിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇവന് പാല് കൊടുക്കാൻ ഞാനൊരു എബ്രായ അമ്മയെ കൊണ്ടുവരട്ടെ. അത് കേട്ട് ഫറവോയുടെ പുത്രി, ആ രാജ്യത്തിൽ ഒരു രാജകൽപ്പനയുണ്ടായിരുന്നു. എന്ത്? ആൺകുട്ടികളെ
കൊന്നുകളയണമെന്ന് ആ കൽപ്പന പുറപ്പെടുവിച്ച കൊട്ടാരത്തിൽ വെച്ച് തന്നെ ഫറവോയുടെ പുത്രി വിളംബരം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, നീ പോയി ഒരു എബ്രായ അമ്മയെ കൊണ്ടുവരിക എന്ന്. അതേ കൊട്ടാരത്തിൽ വെച്ച് അസാധ്യമായതിനെ സാധ്യമാക്കുവാൻ ഈ പെൺകുട്ടിയുടെ തക്കതായ ആ ഒരു പ്രവർത്തനം, ആ സമയം തക്കത്തിൽ അവൾ ഉപയോഗിക്കുകയാണ്. അങ്ങനെ അവൾ ചെന്നിട്ട് അവളുടെ സ്വന്തം അമ്മയെ വിളിച്ചുകൊണ്ട് വരികയാണ്. സ്വന്തം അമ്മയുടെ കയ്യിലേക്ക് അസാധ്യമായ നിയമങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് അതേ കൊട്ടാരത്തിൽ വെച്ച് തന്നെ ഈ കുഞ്ഞിനെ കൈമാറുകയാണ്. സ്വന്തം അമ്മയുടെ പാൽ കുടിച്ച കുഞ്ഞു വളർന്ന് തിരിച്ച് കൊട്ടാരത്തിൽ വന്ന് ലോകപ്രകാരം രാജാവിന്റെ കൊട്ടാരത്തിലെ സകല സൗഭാഗ്യങ്ങളും ആയുധ കലകളും വിദ്യകളും എല്ലാം ദൈവത്തിന്റെ കൃപയാൽ അവൻ അഭ്യസിക്കുകയാണ്. അവനാണ് പിന്നീട് ഇസ്രായേൽ ജനത്തിന്റെ വിമോചകനായ മോശ എന്ന പൈതൽ വളർന്നു വന്നപ്പോൾ തീർന്നത്. അപ്പോഴാണ് ചെങ്കടൽ കടന്നപ്പോൾ മിരിയാം തപ്പെടുത്ത് ആർത്തു. ചെങ്കടൽ കടന്നപ്പോൾ മിരിയാം തപ്പെടുത്ത് ആർത്തു. തപ്പെടുത്ത് ആർപ്പാനുള്ള യോഗ്യത അവൾക്കുണ്ടായിരുന്നു. കാരണം എന്തായിരുന്നു? തൻ്റെ ജീവിതത്തിന്റെ നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞൊരു സ്ത്രീ ആയിരുന്നു മിരിയാം. അസാധ്യത എന്ന് പറഞ്ഞ് പലതിലും നമ്മൾ മാറ്റി നിർത്തുമ്പോൾ, അസാധ്യം എന്ന് പറഞ്ഞ് ഇതൊന്നും നടക്കത്തില്ല, ഇതൊന്നും എൻ്റെ വീട്ടിൽ നടക്കത്തില്ല, എൻ്റെ മക്കൾ അങ്ങനെയല്ല, എൻ്റെ ഭവനം അങ്ങനെയല്ല, ഇത് അസാധ്യമാണ്, എൻ്റെ കുഞ്ഞിന് ബുദ്ധിയില്ല, എൻ്റെ ഭർത്താവിന് കഴിവില്ല, എൻ്റെ ഭാര്യയ്ക്ക് പോരാ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുമ്പോഴും അസാധ്യതകളിലും നിയോഗങ്ങളെ തിരിച്ചറിയുന്ന വ്യക്തികൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജ്വലിക്കണം. പരിശുദ്ധാത്മാവ് ജ്വലിക്കണം. സ്നേഹ അഗ്നിയാൽ ജ്വലിപ്പിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്നേഹ അഗ്നി എന്ന് പരിശുദ്ധാത്മാവിനെ പറയുന്നത്? അഗ്നിക്കൊരു പ്രത്യേകതയുണ്ട്. എന്താ അഗ്നിയുടെ പ്രത്യേകത? അഗ്നിയുടെ പ്രത്യേകത, ഏതൊരു വസ്തു അഗ്നിയിലേക്ക് ഇട്ടാലും ആ വസ്തുവിലെ അശുദ്ധമായത് എന്തായി പോകും? ചാരമായി പോകും. അതിലുള്ള വിശുദ്ധമായ വസ്തു തിളങ്ങുകയും, സ്വർണമൊക്കെ ഇങ്ങനെ തിളങ്ങുകയും ചെയ്യും, അല്ലെ? പരിശുദ്ധാത്മാവേ എൻ്റെ കുടുംബത്തിൽ വന്നു നിറയണം, എൻ്റെ ഭവനത്തിൽ വന്നു നിറയണം, എൻ്റെ ഹൃദയത്തിൽ വന്നു നിറയണം. അപ്പോൾ മാത്രമാണ് എൻ്റെ ഭവനത്തിൻ്റെ അശുദ്ധി എന്തായി മാറുന്നത്? എൻ്റെ ഭവനത്തിൻ്റെ അശുദ്ധി ചാരമായി തീരുകയും ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നതെന്നുള്ള ബോധ്യം ഓരോ അമ്മയ്ക്കും ഭവനത്തിൽ ഉണ്ടായിരിക്കണം. അവിടെയാണ് നമ്മൾ വായിച്ച വേദഭാഗത്തില് വലിയ കാര്യമൊന്നും മറിയാം എന്നൊരു സ്ത്രീ പറയുന്നില്ല. മറിയാം എന്ന സ്ത്രീയെ ദൈവദൂതൻ സംബോധന ചെയ്തപ്പോൾ മറിയാം എന്തേ പറഞ്ഞുള്ളൂ? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ഇന്ന് നമ്മളുടെ ഭവനത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്താ? ദാസിയാകുക, താഴ്ന്നു കൊടുക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റാത്തൊരു കാര്യമാണ് ഒന്ന് താഴ്ന്നു കൊടുക്കുക, ഒന്ന് വിട്ടുകൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഇത് ദുഷ്കാലമാണ്. ഈ കാലത്തിന്റെ പ്രത്യേകത, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 21-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. ഈ കാലവുമായിട്ട് അധികം സാമ്യമുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 21-ാം വാക്യം ഇപ്രകാരം പറയുകയാണ്: വിശാല സ്ഥലത്തു നിന്ന് പൈതങ്ങളെയും വീഥികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ചു കളയേണ്ടതിന് മരണം നമ്മുടെ കിളിവാതിലുകളിൽ കൂടി കയറി നമ്മളുടെ അരമനകളിൽ പ്രവേശിച്ചിരിക്കുന്നു. മനുഷ്യരുടെ ശവങ്ങൾ വയലിലെ ചാണകം പോലെയും കൊയ്ത്തുകാരന്റെ പിമ്പിലെ അരിപ്പിടി പോലെയും വീഴും, ആരും അവയെ കൂട്ടിച്ചേർക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ഏറെ ബന്ധമില്ലേ? വിശാല സ്ഥലത്തു നിന്ന് പൈതങ്ങളെയും വീഥികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ചു കളയുന്നു. പണ്ട് കാലസമ്പൂർണത പ്രാപിക്കുമ്പോഴായിരുന്നു ഒരാൾ മരണപ്പെടുന്നത്. എന്നാൽ ഇന്നും മരണം, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കൂടി എൻ്റെ ഒരു സ്റ്റുഡന്റ് വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ ചേട്ടൻ മരിച്ചുപോയി കേട്ടോ. നമ്മുടെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ കോവിഡായിട്ട് കിടക്കുകയായിരുന്നു. 30 വയസ്സ് പ്രായമുള്ള ഒരു പയ്യനാണ്. കോവിഡാണ്, എത്രയോ പേര് രക്ഷപ്പെട്ടു അല്ലേ? എന്നാൽ ഒരു യുവാവ് മരിച്ചുപോയി. ഈ കഴിഞ്ഞ ദിവസം ഒരു സന്ധ്യയിൽ ഒരു ഫോൺ വന്നു. അമ്മയുടെ സിസ്റ്ററിന്റെ മോളാണ്. കുഞ്ഞിനെയും കൊണ്ട് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തിട്ട് ഉറങ്ങാൻ കിടന്നതാണ്. കുഞ്ഞുണർന്നു. ഒരു 4 മണിയായപ്പോൾ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ ഉണർന്നില്ല. അവൾക്ക് 31 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. സൈലന്റ് അറ്റാക്ക് ആയിരുന്നെന്നാ പറഞ്ഞത്. മരണത്തിന്റെ ദൂതൻ യുവാക്കളെയും പൈതങ്ങളെയും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ അരമനകളിൽ കൂടി അത് പ്രവേശിച്ച് മനുഷ്യന്റെ ശവങ്ങൾ വയലിലെ ചാണകം പോലെ ഈ ഒരു 1-2 വർഷമായിട്ട് നിരന്ന് കിടക്കുകയാണ്.
ആർക്കും ആരെയും ആശ്വസിപ്പിക്കാൻ പറ്റാത്തപ്പോൾ ദൈവത്തിന്റെ ജനം എന്തു ചെയ്യണമെന്ന് ആ അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ ഗ്രഹിച്ചറിയുന്നതിൽ പ്രശംസിപ്പിൻ. ഈ ലോകത്തിൽ പ്രിയ അമ്മമാരെ ഒന്നിലും പ്രശംസിപ്പാനില്ല. ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞ് പ്രശംസിച്ചിരുന്നിട്ടും കോവിഡിന് ജ്ഞാനം ഒരു വ്യത്യാസമില്ല. ഞങ്ങൾ ബലമുള്ളവരാണെന്ന് പറഞ്ഞിട്ടും എല്ലാ വീടുകളിലും അത് കയറിയിറങ്ങുന്നുണ്ട്. ഞങ്ങൾക്ക് ധനമുണ്ടെന്ന് പറഞ്ഞിട്ടും എല്ലാ വീടുകളിലും അത് കയറിയിറങ്ങുന്നുണ്ട്. ഒന്നിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവൻ യഹോവയിലല്ലാതെ പ്രശംസിപ്പാൻ, കർത്താവിലല്ലാതെ നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ നമ്മൾ ഉപയോഗിക്കണം. ഈ കാലഘട്ടം നമ്മൾ സമയം മിരിയാം ഉപയോഗിച്ചതുപോലെ, മിരിയാം നിയോഗങ്ങളെ അസാധ്യമായിരുന്ന കാലത്ത് പോലും മിരിയാം തൻ്റെ നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞതുപോലെ എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഭവനം, എൻ്റെ ഭവനത്തിൽ അനേക കുറവുകൾ കാണും, എൻ്റെ ഭവനത്തിൽ അനേക കുറ്റങ്ങൾ കാണും. ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതമായിരിക്കില്ല. അതെല്ലാം ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ എന്തും നടന്നേ സാധിക്കുകയുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഭവനത്തിൽ വസിച്ച് നമ്മുടെ ഭവനങ്ങൾ മാറ്റത്തിന് വിധേയമാകുള്ളൂ. ആയതിന് നാം എന്തായി തീരണമെന്ന് 2 കൊരിന്ത്യർ 3-ാം അധ്യായം പൗലോസ്ലീഹ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തില് പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രം ആകുന്നു എന്ന്. നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രമാകുന്നു. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 2-ാം വാക്യം, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ആരാണ് നമ്മൾ? കുടുംബത്തിലെ അപ്പനും കുടുംബത്തിലെ അമ്മയും ആരാണ്? ക്രിസ്തുവിന്റെ പത്രങ്ങളാണ്. താഴെ വായിക്കുന്നു, ക്രിസ്തുവിന്റെ പത്രമായി, അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകകളിലല്ല, ഹൃദയമെന്ന മാംസപലകങ്ങളിൽ തന്നെ എഴുതിയിരിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ആദ്യം കേട്ടത്, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും എന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അല്ലെ? പുതിയൊരു ഹൃദയം, പുതിയൊരു ആത്മാവ്. എന്താണ് കാരണം? നമ്മൾ ക്രിസ്തുവിന്റെ പത്രമാകണം. പത്രം എന്ന് പറയുമ്പോൾ പത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? നമ്മളെല്ലാം രാവിലെ ഏറ്റവും ആദ്യം കാത്തിരിക്കുന്ന എന്തിനെയാണ്? പൊതുവെ അമ്മമാർക്ക് ഏറ്റവും അവസാനം അത് കിട്ടാറുള്ളൂ. എന്നാലും പത്രം വായിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഏറ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രഹിച്ചറിയാൻ. എന്താണ്? ചിലർ പത്രം വായിക്കുകയാണ്, ചിലർ പത്രം അങ്ങ് പഠിക്കും. എൻ്റെ അമ്മ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അമ്മയൊക്കെ ആ പത്രം എടുത്തു വെച്ചങ്ങ് എക്സാമിന് പിള്ളേർ പഠിക്കുന്നത് പോലെ അങ്ങ് പഴയ ആളുകളൊക്കെ അങ്ങനെ പത്രം അങ്ങ് പഠിക്കും. കാരണം എന്താണ്? ഈ പത്രത്തിലാണ് നമ്മൾ ഒരുമാതിരി കാര്യങ്ങളെല്ലാം. പത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് അവൈലബിൾ അല്ലെ? വലിയ സാമ്പത്തിക മുടക്കില്ലാതെ എല്ലാ ദിവസവും ഇറ്റ് ഈസ് അവൈലബിൾ. 2 പത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് പർപ്പസ്ഫുൾ. നമ്മൾക്ക് പർപ്പസ്ഫുൾ ആണ്, ദെൻ ഇറ്റ് ഈസ് യൂസ്ഫുൾ ആൻഡ് ഇറ്റ് ഈസ് അട്രാക്റ്റീവ്. അതാണ് നമ്മളെ ആകർഷിക്കുന്നത്. അതുകൊണ്ട് പത്രം എന്ന് പറയുന്നത് ആ ലോക വാർത്തകളെല്ലാം അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. എന്ത്? ദിനപത്രങ്ങൾ അല്ലെ? അപ്പൊ എന്നാൽ ഇന്നത്തെ പത്രത്തിന്റെ ധർമ്മം എന്താണ്? നേരോടെ, നിരന്തരം, നിർഭയം എന്നൊക്കെ പത്രത്തെക്കുറിച്ച് പറയും. നേരോടെയുള്ള വാർത്തകൾ നിരന്തരമായി നമ്മളെ കയ്യിൽ എത്തിക്കുന്നതാണ് വർത്തമാന പത്രങ്ങൾ. പക്ഷെ അതാണ് പത്രധർമ്മം. എന്നാൽ ഇന്നത്തെ പത്രത്തിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നത്തെ പത്രത്തിന്റെ പ്രത്യേകത രാവിലെ തന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായ കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്ത് നോക്കിയാൽ മതി? പത്രത്തിന്റെ ഫ്രണ്ട് പേജ് നോക്കിയാൽ മതി. പിന്നെ കൂടുതൽ പത്രത്തിൽ എന്തായിരിക്കും? പുറകിലത്തെ പേജുകൾ മുഴുവൻ ഒന്നി കോളേജിന്റെ പരസ്യമായിരിക്കും, അല്ലെങ്കിൽ ബൈക്കിന്റെ പരസ്യമായിരിക്കും, അല്ലെങ്കിൽ ഫോണിന്റെ പരസ്യമായിരിക്കും. ഇനി മുതൽ ഓണത്തിന് എന്തൊക്കെ ഫ്രീ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിന്റെ പരസ്യങ്ങളാണ്. ഇന്നത്തെ കുടുംബ ജീവിതവുമായിട്ട് ഈ പത്രങ്ങളെ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ ജീവിതം. പണ്ടത്തെ പത്രത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? പണ്ടുള്ളവരായി പത്രം പഠിക്കുന്നത്. ഇപ്പോൾ ഉള്ളവർ മൊബൈലിൽ ഇങ്ങനെ ന്യൂസ് ഒക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കത്തേ ഉള്ളൂ കൂടുതലും. പണ്ടുള്ള പത്രം നേരെ ആയിരുന്നു, അത് വാർത്താ പ്രാധാന്യമുള്ളതായിരുന്നു. അത് ഇന്ന് കൂടുതൽ എന്തേ ഉള്ളൂ?
ഒരു സൈഡിൽ മുഴുവൻ നെഗറ്റീവ് ആയിരിക്കും, മറ്റേ സൈഡിൽ കൂടുതലും എന്തായിരിക്കും? പത്രം റൺ ചെയ്ത് പോകാൻ വേണ്ടിയുള്ള പരസ്യങ്ങളാ. നമ്മുടെ കുടുംബജീവിതം പണ്ടത്തെ കുടുംബജീവിതങ്ങൾ പോലെയാണോ? ഇന്ന് കൂടുതൽ എന്തേ ഉള്ളൂ വീട്ടില്? പലരും നമ്മുടെ പത്രം പുറമോടി കാണിക്കുന്നത് പോലെ പുറത്ത് പുറമോടി കാണിക്കുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ എന്താണെന്ന് നമ്മുടെയൊക്കെ വീട്ടിലേക്ക് വരണം. പിന്നെ ഒരു പരസ്യം പോലെ, ഈ ബൈക്കിന്റെ പരസ്യമൊക്കെ പോലെ നമ്മളെല്ലാം ഒന്നിച്ച് ഒരു വണ്ടിയിലൊക്കെ ഇരുന്ന് ഇവിടെ വരുന്നുണ്ട് അല്ലേ? ആ ഡോർ അടയ്ക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അകത്തെന്തായിരുന്നു നടന്നത് എന്നല്ലേ. തിരിച്ച് ഇവിടെ ഇരുന്ന് ആരാധനയൊക്കെ കഴിഞ്ഞ് വലിയ സന്തോഷത്തോടെ തിരിച്ച് നമ്മൾ വീണ്ടും അങ്ങോട്ട് വെച്ചു, ഇങ്ങോട്ടും തലവെച്ചു ഇരുന്ന് തിരിച്ചു പോകുന്ന ചില പത്രങ്ങളാണ് നമ്മുടെ കുടുംബജീവിതം. ഈ വേദപുസ്തകത്തിന്റെ ആധാരം തന്നെ 2 പത്രങ്ങളാണ്. മൂന്നാമത്തെ ഒരു പത്രവും കൂടെ ഉണ്ട്, അതിനുശേഷം പറയാം. ഒന്നാമത്തെ പത്രമാണ് പഴയ നിയമത്തിന്റെ ആരംഭം. ആ പത്രത്തിന്റെ പേരാണ് പറുദീസ ഏദൻ എന്ന പത്രം. രണ്ടാമത്തെ പത്രമാണ് നസ്രത്ത് എന്ന പത്രം. മൂന്നാമത്തെ പത്രം നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടുപേര് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഗ്രേസ് വില്ല അല്ലേ, ഗ്രീൻ വാലി വില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന നമ്മുടെ വീടായിട്ട്. എന്നിട്ട് ഈ ആദ്യ 2 പത്രങ്ങളിലെ ഏത് പത്രമാണ് എൻ്റെ ഭവനമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. ഒന്നാമത്തെ പത്രം ഏദനിലെ പത്രം. ഏദനിലെ പത്രത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കരുതി ഏദനിലെ പറുദീസയിൽ ആദാമിന് കൂട്ടായിട്ട് ഹൗവ എന്നൊരു സ്ത്രീയെ ദൈവം ഒരുമിച്ച് കൊടുത്തു. ഓരോ ദിവസവും സന്ധ്യയ്ക്ക് യഹോവയാം ദൈവം അവിടെ വന്നു. അവന്റെ വിവരങ്ങളെല്ലാം അന്വേഷിച്ചു, സുഖ അന്വേഷണങ്ങൾ നടത്തി. അവനൊരു കൽപ്പന മാത്രം കൊടുത്തു. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് ഫലം നീ ഭക്ഷിക്കരുതെന്നുള്ള കൽപ്പനയും കൊടുത്തു. എന്നാൽ എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ വന്നിരുന്ന ആദാം ഒരു ദിവസം പെട്ടെന്ന് അവനെ കാണാതായി. കാരണം എന്തായിരുന്നു? അനുസരണക്കേട്. ദൈവത്തോട് എന്ത് കാണിച്ചു? അനുസരണക്കേട് കാട്ടി എന്ന് മനസ്സിലായി. അത് ദൈവസന്നിധിയിൽ എന്തു ചെയ്യാൻ ശ്രമിച്ചു? മറച്ചു വെക്കാൻ ശ്രമിച്ചു. പിന്നെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? ഒളിച്ചിരുന്നു. പിന്നെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? സ്വയം നീതീകരിച്ചു. 5ാമത് ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? കൂട്ടായിട്ട് തന്നയാളിനെ പഴിചാരി. നമ്മുടെ ഭവനങ്ങളിലെ നമ്മളാകുന്ന പത്രത്തിന് ഇതുമായിട്ട് സാമ്യമുണ്ടോ എന്ന് നോക്കുക. ആദ്യകാലങ്ങളിൽ ദൈവമേ, ഇതുപോലൊരു മനോഹരമായ എൻ്റെ ഒരു ജീവിതം, ഈ അച്ചായനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നാ ചെയ്തേനെ അല്ലേ എന്ന് പറഞ്ഞിരുന്ന കാലത്തിൽ നിന്ന് പതുക്കെ അന്നൊരു പറുദീസയുടെ താക്കോൽ ഈ ദേവാലയത്തിന്റെ മുൻപിൽ നിന്ന് അച്ഛൻ നൽകിയിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നീ ഏകനല്ല, നിങ്ങൾ ഒന്നാണെന്ന് പറഞ്ഞു പോയി. അന്ന് ഏദൻ പറുദീസയുടെ താക്കോലുമായിട്ട് നമ്മൾ പോയ പോക്കാണ്. ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ഇവിടുന്ന് ഒരു വേദപുസ്തകം തന്നു വിട്ട് കാണും അന്നല്ലേ. പള്ളിയുടെ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് തന്നു വിട്ട് കാണും? ഒരു വേദപുസ്തകം തന്നു വിട്ടിട്ട് പറഞ്ഞു, സന്ധ്യയ്ക്ക് എന്ത് ചെയ്തോണം? പാടി പ്രാർത്ഥിച്ചാണോ എന്ന് അന്നത്തെ അച്ഛൻ പറഞ്ഞു വിട്ടു. കുറച്ചു നാളൊക്കെ ദൈവം വന്ന് അന്വേഷിക്കുമ്പോൾ, കർത്താവേ ഞങ്ങൾ തൃപ്തരാണ്. പിന്നീട് പതുക്കെ പല തൃപ്തിയില്ലായ്മകളും നമ്മൾ കണ്ടുപിടിച്ചു തുടങ്ങി. ദൈവസന്നിധിയിൽ പല അനുസരണക്കേടും കാട്ടിത്തുടങ്ങി. പിന്നെ അത് ഒളിച്ചു വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. ദൈവത്തിന്റെ കണ്ണിൽ നിന്നത് മറഞ്ഞിരിക്കുമെന്ന് പലതും നമ്മൾ കരുതി. ദൈവസന്നിധിയിൽ നമ്മൾ സ്വയം നീതീകരിച്ചു. ഇപ്പോഴും നമ്മൾ പലതും സ്വയം നീതീകരിക്കും. സ്വയം നീതീകരിക്കാൻ വേണ്ടി കൂടെയുള്ളവരുടെ മേൽ നമ്മൾ എന്ത് ചെയ്യും? പഴിചാരും. 2ാമത്തെ പത്രത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? അത് നസ്രത്ത് എന്ന പത്രമാണ്. പുതിയ നിയമത്തിന്റെ ആധാരമായ പത്രം നസ്രത്ത് എന്ന പത്രമാണ്. ഇവിടെ ദൂതൻ മറിയാം എന്നൊരു യുവതിയുടെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന്. യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് ഒരു കന്യക ഗർഭം ധരിച്ചാൽ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. എങ്കിലും മറിയാം ആ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ തിരിച്ചറിഞ്ഞു. നമ്മുടെ 6 മക്കളുണ്ടെങ്കിലും ഒരമ്മ വിളിക്കുമ്പോൾ ആരാണെന്ന് അമ്മയ്ക്ക് കറക്റ്റ് തിരിച്ചറിയരുതോ? ശബ്ദം കേട്ട് നമ്മൾ തിരിച്ചറിയത്തില്ലേ? നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയും അല്ലേ? അപ്പോൾ ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞുവെങ്കിൽ ആ ശബ്ദം അവൾക്ക്, ആ അമ്മയ്ക്ക് പരിചിതമായിരുന്നു. അതേ ദൂതൻ യൗസേപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് കടന്നു എന്നിട്ട് പറഞ്ഞു, യൗസേപ്പ്, നീ ശങ്കിക്കേണ്ട. നീ ഭാര്യയാകാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു. ലോകപ്രകാരം ഒരു പുരുഷനും കേൾക്കാൻ താല്പര്യപ്പെടാത്ത കാര്യമായിരുന്നിട്ടും ആ ശബ്ദം ആ മനുഷ്യനും ആ ഒരു യുവാവിനും പരിചയമുള്ളതായിരുന്നു. അതുകൊണ്ടല്ലേ അവൻ എഴുന്നേറ്റ് വന്ന് മറിയെ അവനോടൊപ്പം ചേർത്ത് പിടിച്ചത്.
അല്ലെ? കുടുംബത്തിൽ പല കാര്യങ്ങളിലും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളും ഒന്നിച്ചു നിന്ന് ദൈവഹിതം നിറവേറ്റുവാൻ നമുക്ക് സാധിക്കുന്നതെന്ന് നസ്രത്തിലെ കുടുംബം പഠിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് ആ കുടുംബം ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. 2, ദൈവത്തിന്റെ ശബ്ദം കേട്ടവർ അനുസരിച്ചു. 3, പരസ്പരം പഴിചാരിയില്ല, പരസ്പരം ചേർത്തു നിർത്തി. ഒരു ചേർത്തു നിർത്തലിന്റെ അനുഭവം നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകണം. ഇതിന്റെ 2 പത്രത്തിന്റെയും ബാക്കി പത്രം ആരാണെന്നറിയാമോ? അവരുടെ തലമുറയാ. വീണ്ടും നമുക്ക് ഏദനിലേക്ക് പോകാം. ഏദനിലെ മക്കൾ എന്താവർത്തിച്ചു? അവരുടെ തലമുറ എന്താവർത്തിച്ചു? കയീൻ, കയീൻ, നീ എവിടെയെന്ന് ദൈവം ചോദിച്ചപ്പോൾ കയീൻ ദൈവസന്നിധിയിൽ, ദൈവത്തിന് ഇതിന്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന കാഴ്ച എങ്ങനെയുള്ളതായിരുന്നു? കാഴ്ച മാത്രമല്ല ദൈവത്തിന് അനിഷ്ടമായത്. വേദപുസ്തകം പറയാണ്, കയീനിലും കയീന്റെ യാഗത്തിലും യഹോവ പ്രസാദിച്ചില്ല. അനുസരണക്കേട് കാട്ടി അത് ദൈവസന്നിധിയിൽ അവൻ ഒളിച്ചു വെക്കാൻ ശ്രമിച്ചു. അവൻ ദൈവസന്നിധിയിൽ അത് മറച്ചു വെച്ചു. അവൻ സ്വയം നീതീകരിച്ചു. ഞാനാണോ എൻ്റെ സഹോദരന്റെ കാവൽക്കാരൻ? അവൻ സ്വയം നീതീകരിച്ചു. അവൻ തന്റെ സഹോദരന്റെ മേൽ പഴിചാരി. എവിടെ നിന്നായിരിക്കും ഇത് വന്നത്? എവിടെ നിന്നായിരിക്കും ഇത് വന്നത്? എവിടെ നിന്നാ വന്നത്? മാതാപിതാക്കളിൽ നിന്നാണ് അത് വന്നത്. എന്നാൽ നസ്രത്തിലേക്ക് നമുക്ക് വരാം. മറിയാമിന്റെയും യൗസേപ്പിന്റെയും പുത്രനായിട്ട് ദൈവത്തിന്റെ പുത്രൻ മനുഷ്യാവതാരം ചെയ്തിരുന്നിട്ട് പോലും ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറയുവാൻ ആ അപ്പനും അമ്മയ്ക്കും സാധിച്ചു. 33 വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിന്റെ പുത്രൻ ഗത്സമനയിൽ രക്തം വിയർത്തിട്ട് പറയുകയാണ്, ഇതാ ഞാൻ അപ്പ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. ഈ ഡയലോഗ് ഇതിനു മുൻപ് എവിടെയായിരുന്നു ഉണ്ടായത്? അങ്ങ് മറിയാം നസ്രത്തിൽ പറഞ്ഞു, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന്, എന്നിൽ നിറവേറട്ടെ എന്ന്. അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവനായ ഭവനത്തിൽ വളർന്ന് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ആര്? മറിയാമും യൗസേപ്പും. അനുദിനം പ്രാർത്ഥനയിൽ ദൈവപുത്രൻ മനുഷ്യനെ പോലെ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ താണിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകൻ അവിടെ നസ്രത്തിൽ നമ്മുടെ മുൻപിൽ മാതൃകയാകുകയാണ്. അല്ലെ? യൗസേപ്പ് മറിയാമിനെ ശുശ്രൂഷ ചെയ്യുവാൻ അവളെ ചേർത്തു നിർത്തി. ഞങ്ങളിൽ ആരാണ് വലിയവനെന്ന് ശിഷ്യന്മാർ തമ്മിൽ സംസാരിച്ചപ്പോൾ ദൈവപുത്രൻ താന്നിരുന്നിട്ട് പറയാണ്, ഞാനോ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനെ പോലെയാകുന്നു എന്ന്. ശുശ്രൂഷ മനോഭാവം നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മൾ മക്കൾ പഠിക്കണമെന്ന് നസ്രത്ത് എന്ന ഭവനം നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും നമുക്കറിയാം, ഏതൊരു സാഹചര്യത്തിലും സാമർഥ്യമുള്ള ഒരു സ്ത്രീയെ അവിടെ കാണാൻ സാധിക്കാം. ദൈവത്തിന്റെ ഇഷ്ടത്തെ തിരിച്ചറിഞ്ഞ സാമർഥ്യമുള്ള മകളാകാൻ മറിയാമിന് സാധിച്ചതുപോലെ ദൈവഹിതങ്ങളെ തിരിച്ചറിയുവാൻ സാമർഥ്യമുള്ള മക്കളായി തീരുവാൻ, പെൺമക്കളായി തീരുവാൻ, ആൺമക്കളായി തീരുവാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണമെങ്കിൽ പ്രിയ മാതാപിതാക്കളെ നാമും അതുപോലെ ആയിരിക്കണം. യൗസേപ്പിന്റെ കഷ്ടതയിൽ സത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടിട്ട് കാലിത്തൊഴുത്ത് മതി എന്ന് പറയാൻ ആ അമ്മയ്ക്ക് സാധിച്ചെങ്കിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ തൃപ്തിപ്പെടാൻ ഇന്നിന്റെ കാലത്തെ അമ്മമാർക്ക് സാധിക്കുന്നുണ്ടോ? ഈ 2 പത്രങ്ങളും അതിന്റെ പ്രതിഫലനങ്ങളും അവരുടെ മക്കളുടെ ജീവിതത്തെ നോക്കിയാൽ മതി. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, 3ാമത്തെ പത്രം ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ് 3ാമത്തെ പത്രം. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, കർത്താവേ, എൻ്റെ മക്കളെ കുറിച്ച് എനിക്ക് ഏറെ പരാതിയുണ്ട്, എൻ്റെ തലമുറകളെ കുറിച്ച് എനിക്ക് ഏറെ വ്യാകുലമുണ്ട്. എന്നാൽ അവരുടെ മുൻപിൽ രഹസ്യകാര്യങ്ങളെ അറിയുന്നവനായ പൊന്നു തമ്പുരാനെ, നീ എന്നെ നോക്കുമ്പോൾ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പരിശുദ്ധാത്മ നിറവുള്ള ഭവനങ്ങളാണോ നമ്മുടെ ഭവനം? എങ്ങനെ ആയിരിക്കണം നമ്മുടെ ഭവനമെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ യേശു തമ്പുരാൻ പറയുന്നുണ്ട്, നമ്മുടെ ഭവനം എങ്ങനെയായിരിക്കണം? എൻ്റെ വചനങ്ങളെ അനുസരിക്കുന്നവൻ പാറമേൽ ഭവനം പണിത ബുദ്ധിമാനായ മനുഷ്യനോട് സമനാണ്. കാരണം കാറ്റടിക്കും വൻമഴ ചൊരിയും, അവന്റെ ഭവനം കുലുങ്ങിപ്പോകുന്നില്ല എന്ന്. ജീവിതത്തിൽ കാറ്റടിക്കും കോളടിക്കും, അവന്റെ ഭവനം കുലുങ്ങിപ്പോകത്തില്ല. കാരണം ആ ഭവനം എവിടെയായിരിക്കുന്നേ? പാറയാണ്. ആരാണ് ആ പാറ? കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന്.
അവിടെ ഈ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ പിതാക്കന്മാർ ഒരുമിച്ച് മരുഭൂമിയിൽ കൂടെ നടന്നു, ഒരേ ആത്മീയ ആഹാരം അവർ അനുഭവിച്ചു, എന്നാൽ എല്ലാവരും കനാൻ അവകാശപ്പെടുത്തിയില്ല, എല്ലാവർക്കും കനാൻ അവകാശപ്പെട്ടില്ല. അങ്ങനെയെങ്കിൽ പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ സ്വർഗ കനാൻ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യണമെങ്കിൽ നാമും എന്തു ചെയ്തേ മതിയാവൂ? ദൈവാത്മാവിനാൽ നിറഞ്ഞ് മക്കളെ വളർത്തിയേ മതിയാവൂ. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ പത്രമായി തീരണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദുഷ്കാലഘട്ടത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ പത്രം ആയി തീരണം. വീണ്ടും രണ്ടാമത് പറയുകയാണ്, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുകയാണ്: ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന്. രണ്ടാമത്, ഓരോ കുടുംബത്തിലും ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളായി തീരാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തുവിൻ്റെ സ്ഥാനപതികൾ, ക്രിസ്തുവിൻ്റെ സ്ഥാനപതിയായി, ക്രിസ്തുവിൻ്റെ മരണസമയത്ത് ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് ഓടിയവനായ പത്രോസ് പിന്നീട് ക്രിസ്തുവിൻ്റെ സ്ഥാനപതിയായത് എങ്ങനെയായിരുന്നു? ദൈവാത്മാവിനാൽ നിറയപ്പെട്ടപ്പോഴാണ്. നമുക്കറിയാം, ദൈവാത്മാവിനാൽ നിറയപ്പെടണം. നമ്മുടെ ഭവനം പാറമേലാണോ മണലിന്മേലാണോ ഉള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? പാറമേലാണോ എന്ന് ചോദിച്ചാൽ അത്രയൊന്നും അത്രയൊന്നുമല്ല. മണലിലാണോ എന്ന് ചോദിച്ചാൽ അത്ര പോക്കായിട്ടും ഇല്ല. നമ്മളെല്ലാം ഒരുവിധം എന്തുപോലെയാ? നമ്മളെല്ലാം ഒരു വിധത്തിൽ പറഞ്ഞ ചതുപ്പിനകത്ത് കിടക്കുന്നവരാണ്, അല്ലെ? ചതുപ്പിനകത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു കഥ ഓർമ്മ വരികയാണ്. ഒരിക്കൽ ഗ്രാമത്തിൽ, വനത്തോട് ചേർന്നിരിക്കുന്ന ഒരു ഗ്രാമമാണ്. അവിടെ ഒരാളുടെ പശുവിനെ കെട്ടിയിട്ട് പോയി. ഈ പശു നിന്ന് പുല്ല് തിന്നുമ്പോൾ പെട്ടെന്ന് അവിടേക്കൊരു പുലി ചാടി വരിക. ഈ ചാടി വരുന്ന പുലിയെ കണ്ട ഉടനെ പശു ജീവനും കൊണ്ടോടി. പശു ചെന്ന് ഒരു ചതുപ്പിലേക്ക് ചെന്ന് വീണു. ചതുപ്പൊന്നും പുലിക്ക് വിഷയമല്ല, പുലിയുടെ വിഷയം പശുവാണ്. ഈ പുലിയും കൂടെ എടുത്തു ചാടി. 2 പേരും ചതുപ്പിൽ ഇങ്ങനെ താന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പശു പുലിയോട് പറഞ്ഞു: പുലി, നീ വലിയവനാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ അനങ്ങിയാൽ ഞാനും താഴും, നീയും താഴും. പുലി കുറച്ചു നേരം ചിന്തിച്ചിട്ട് മനസ്സിലായി, ശരിയാണ്, ഈ അനങ്ങുന്ന അനുസരിച്ച് ചതുപ്പിൽ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? വെപ്രാളം കാണിക്കുന്ന അനുസരിച്ച് ചതുപ്പിൽ താന്നു പൊയ്ക്കൊണ്ടേയിരിക്കും, അല്ലെ? അപ്പൊ പുലി അവിടെ ചതുപ്പിലാണ് കിടക്കുന്നതെങ്കിലും പുലി ഇടയ്ക്കിടയ്ക്ക് ആക്രോശിച്ചുകൊണ്ട് പറയുന്നുണ്ട്: നീ വിചാരിക്കണ്ട നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെന്ന്. ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ പുലിയാണ്. എല്ലാവരും എൻ്റെ മുൻപിൽ ഭയന്നു വിറയ്ക്കും, ആരും എന്നെ കാണുമ്പോൾ പേടിക്കും. പശു ഒന്നും പറയുന്നില്ല, കാരണം പശുവിന് ഇതെല്ലാം നന്നായിട്ടറിയാം. പുലി തന്നെക്കാളും വലിയവനാണെന്നും ഉഗ്രമായ ജീവിയാണെന്നും അതെന്നെ പിടിച്ച് തിന്നുവെന്നും ഒക്കെ. ഉച്ച കഴിഞ്ഞെല്ലാം സന്ധ്യയാവാറായപ്പോഴത്തേക്ക് പശുവിന്റെ പേടിയൊക്കെ മാറി. പശു പുലിയെ നോക്കിയപ്പോൾ പുലി ചോദിച്ചു: നീ എന്തിനാ എന്നെ നോക്കുന്നത്? പശു തിരിച്ചു പറഞ്ഞു: ഇനി എനിക്ക് അധികം സമയം ഇവിടെ കിടക്കേണ്ടി വരില്ല. എൻ്റെ യജമാനൻ സന്ധ്യയിൽ എന്നെ അന്വേഷിച്ചു വരും. എൻ്റെ കഴുത്തിൽ കിടക്കുന്ന കയറിന്റെ ഒരറ്റം എൻ്റെ യജമാനൻ കയ്യിലെടുക്കും. എന്നെ ഈ കുഴിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, എന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പുലി പറഞ്ഞു: ഒരിക്കലും നടക്കില്ല, യജമാനൻ എന്നെയാണ് കാണാൻ പോകുന്നത്, അയാൾ എന്നെ കാണുമ്പോൾ പേടിച്ച് ഓടുമെന്ന്. പറഞ്ഞു തീർന്നപ്പോൾ തന്നെ യജമാനൻ പശുവിനെ പേര് വിളിച്ചിങ്ങനെ വരികയാണ്. നമുക്കറിയാല്ലേ, പശുക്കളെ വളർത്തുന്നവർക്കറിയാം, അതിന്റെ പേര് വിളിച്ചു വരും. പേര് വിളിച്ചു വന്നപ്പോൾ പശു ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കി. ഈ ശബ്ദം കേട്ടപ്പോൾ യജമാനന് മനസ്സിലായി പശു അപകടത്തിലാണെന്ന്. യജമാനൻ ഓടി വരികയാണ്. ഓടി വന്നപ്പോൾ പുലിയെയും പശുവിനെയും കണ്ടു. യജമാനൻ ആദ്യം അന്വേഷിച്ചത് കയർ എവിടെയാണെന്നാണ്. ഈ കയറിൽ പിടിച്ച് പതുക്കെ ഈ പശുവിനെ പൊക്കി കരയിൽ കയറ്റി. എന്നിട്ട് സ്നേഹത്തോടെ അതിൻ്റെ ദേഹത്ത് പുരണ്ട ചെളി തുടച്ചു കളഞ്ഞിട്ട് പേടിച്ചു പോയോ എന്ന് ചോദിച്ച് പശുവിനെയും കൊണ്ട് വീട്ടിലേക്ക് പോന്നു. ഒരിക്കലും ഉഗ്രജീവി ആയിരുന്നിട്ടും യജമാനൻ ആരെ എടുത്തുയർത്തിയില്ല? പുലിയെ എടുത്തുയർത്തിയില്ല. പ്രിയമുള്ളവരെ, നമ്മളും ക്രിസ്തുവിന്റെ സ്ഥാനപതികളായി നിൽക്കുമ്പോൾ പലപ്പോഴും നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമൊക്കെ താണുപോകും. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ നമ്മൾ തളർന്നു പോകും. പലപ്പോഴും നമ്മുടെ മക്കൾ നമ്മളെ വേദനിപ്പിക്കും. പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധികൾ നമുക്കുണ്ടാകും. എങ്കിലും ഒടുവിൽ നമുക്കറിയാം, നമുക്കൊരു യജമാനനുണ്ട്. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ച ദൈവമാണെന്ന് നമുക്ക് വാക്ക് തന്നൊരു ദൈവമുണ്ടല്ലേ. ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ എഴുതി സൂക്ഷിച്ച ദൈവമാണെന്ന് പറയുന്നൊരു വാക്കുണ്ട്. ഏത് കഷ്ടതയുടെ കണ്ണുനീര് കുടിക്കുമ്പോഴും, ഏത് പാനപാത്രത്തിൽ കൂടെ നമ്മൾ കുടിക്കുമ്പോൾ
വരുമ്പോഴും ഏത് കഷ്ടത്തിൽ നമ്മൾ നടക്കുമ്പോഴും നിന്റെ കണ്ണ് യഹോവയെ നോക്കിക്കൊണ്ടിരിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചൊരു കർത്താവ് നമുക്കുണ്ട്. ഏതു കാര്യത്തിലും മക്കളെ അത് ബോധിപ്പിക്കാൻ തക്കവണ്ണം ക്രിസ്തുവിന്റെ സ്ഥാനപതികളായിട്ട് കുടുംബത്തിൽ അപ്പനും അമ്മയും എഴുന്നേൽക്കണം. പത്രോസ് ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പോയെങ്കിലും പിന്നീട് പത്രോസ് നടന്നിരുന്ന വീതികളിൽ രോഗികൾ സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി കിടത്തിയിരുന്നു എന്നാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത്. കാരണം എന്തായിരുന്നു? അവന്റെ നിഴലെങ്കിലും വീണാൽ രോഗികൾ സൗഖ്യപ്പെടുമെന്ന് അവർ വിശ്വസിച്ചു. കാരണം എന്താണ്? ആ നിഴൽ ക്രിസ്തുവായിരുന്നു, ആ നിഴൽ ക്രിസ്തുവിൻ്റെതായിരുന്നു. നമ്മളെല്ലാം ഭവനത്തിൽ ക്രിസ്തുവിൻ്റെ നിഴലായി തീരണം. അതിന് ഓരോ ഭവനത്തിലും എന്തു വേണം? പരിശുദ്ധാത്മാവ് വേണം. നമ്മളുടെ ഭവനത്തിൽ പലപ്പോഴും നമ്മുടെ ഭവനം പാറമേലാണോ മണലിന്മേലാണോ നിൽക്കുന്നതെന്ന് നമ്മുടെ വീട്ടിലെ സംസാരത്തിൽ നിന്നറിയാം. നമ്മുടെ വീട്ടിൽ പലപ്പോഴും ഭാര്യ സംസാരിക്കുമ്പോൾ ഭർത്താവ് പറയും, നീ എന്തുവാ? നമ്മൾ പറയും, ഞാൻ എത്ര പ്രാവശ്യമായി നിങ്ങളുടെ പുറകെ നടന്ന് പറയുന്നു, നിങ്ങൾ കേൾക്കുന്നില്ലേ? അപ്പൊ തിരിച്ച് ഭർത്താവ് പറയും, നീ എന്തുവാ എൻ്റെ പുറകെ നടന്ന് പറയുന്നത്? എനിക്കൊന്നും അപ്പൊ നമ്മൾ പറയും, നിങ്ങളോട് പറഞ്ഞ നേരത്താ എന്താ പറയാ SC ജംഗ്ഷന്റെ കവലയിൽ ചെന്ന് നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും കേട്ടിത് വാങ്ങിച്ചോണ്ട് അല്ലേ? വീണ്ടും കടയിൽ പോയിട്ട് വന്നു കഴിയുമ്പോൾ അപ്പൊ വാങ്ങിച്ചില്ലേ? നീ എന്നോടത് മേടിക്കാൻ പറഞ്ഞില്ല അല്ലേ? പിന്നീട് അതിൻ്റെ പേരിലാണ് നേരം വെളുക്കോളം തിരിച്ചും നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയും. പലപ്പോഴും നമ്മുടെ മക്കൾ പറയും, അപ്പയും അമ്മയും പറയുന്നതൊന്നും ഞങ്ങൾക്കും നമ്മളെന്താ മലയാളമല്ലേ വീട്ടിൽ പറയുന്നേ? അതെ, പക്ഷെ പലതും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനൊരു സ്ഥലമുണ്ടായിരുന്നു. എവിടെയായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ഇങ്ങനൊരു സ്ഥലമുണ്ടായിരുന്നു. ആകാശത്തോളം ഉയരത്തിൽ ഗോപുരം പണിയുവാൻ ദൈവത്തിന്റെ ജനം പദ്ധതി ഇട്ടപ്പോൾ ഉയരത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന അവരുടെ ഭാഷയെ കലക്കിക്കളഞ്ഞു. ആകാശത്തോളം ഉയരത്തിൽ ഗോപുരം പണിയുവാൻ വേണ്ടി നമ്മൾ ഇന്ന് അധ്വാനിക്കുകയാണ് അല്ലെ? നമുക്ക് സമ്പാദിക്കണം. പലതിനും നമുക്ക് നേരെയില്ല, പലതിനും നമുക്ക് സമയമില്ല. രാവിലെ ആയി കഴിയുമ്പോൾ നമുക്ക് ജോലിക്ക് പോവാൻ ധൃതി, വൈകുന്നേരം ആയി കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം കൊണ്ട് ഉറങ്ങാൻ ധൃതി, ഇടയ്ക്കൊന്ന് കുരിശ് വരച്ചേച്ച് ബാക്കിയെല്ലാം ആർക്കറിയാം? ദൈവമേ, നീ മാത്രമേ ഉള്ളൂ എന്നെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് സന്ധ്യയ്ക്ക് ഒരു കുരിശ് വര, രാവിലെ ഒരു കുരിശ് വര, ബസ് പരിപാടി തീർന്നു. പിന്നെ നമ്മളെല്ലാം എന്നാൽ പണ്ട് എങ്ങനെയായിരുന്നു? ഒന്നുമില്ലായ്മയുടെ കാലത്ത് ഉണർന്നിരുന്ന പ്രാർത്ഥിച്ച യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവില്ല എന്ന് പറയുന്ന മാതാപിതാക്കളിൽ നിന്ന് ഇന്ന് ഉണ്ണാനുണ്ട്, ഉടുപ്പാനുണ്ട്, 10 മെത്തകളുണ്ട്, മഴയാണെങ്കിലും ഇടാൻ AC ഉണ്ട്, എന്നിട്ടും നമുക്ക് ഉറക്കമില്ല. കാരണം എന്താണ്? എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ ഓടുകയാണ്. ഭാഷ കലങ്ങി, നമ്മളറിയാതെ നമ്മുടെ ഭാഷ കലങ്ങിപ്പോയി. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉയരത്തിൽ നിന്ന് അഗ്നി നാവ് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവർ വ്യത്യസ്ത ഭാഷകളിൽ സംസാരിച്ചു. എങ്കിലും അവർ പറയുന്നത് അവിടെ ഇരുന്ന് എല്ലാവർക്കും മനസ്സിലായി. കാരണം എന്തായിരുന്നു? ആ ഭാഷ ദൈവത്തിൻ്റെതായിരുന്നു. നമ്മളുടെ ഭവനങ്ങളിൽ നമുക്ക് പരസ്പരം മനസ്സിലാകണമെങ്കിൽ, നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. നമ്മൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളായി നിന്നുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭവനത്തിൽ വന്നു നിറയണം. ഓരോ ഭവനവും എന്തായി തീരണമെന്നോ? ഓരോ ഭവനവും ശുശ്രൂഷ കേന്ദ്രങ്ങളായി മാറണം. ബിക്കോസ് നമ്മൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. ക്രിസ്തു ആരായിരുന്നു? ഞാനോ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനാണ് എന്ന് പറഞ്ഞവനാണ്. എവ്രി ഹോം ഷുഡ് ബി എ റീഹാബിലിറ്റേഷൻ സെന്റർ. എല്ലാ ഭവനവും ശുശ്രൂഷ കേന്ദ്രമായിരിക്കണം. 3 ശുശ്രൂഷകൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കണം. 1 പ്രാർത്ഥന ശുശ്രൂഷ, 2 ബോധന ശുശ്രൂഷ, 3 സേവന ശുശ്രൂഷ. പരിശുദ്ധാത്മാവുള്ള ഭവനത്തിൽ ഈ 3 ശുശ്രൂഷയും ഉണ്ടാകും. പ്രാർത്ഥന എന്ന ശുശ്രൂഷ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഒരു ക്രിയയായിട്ട് മാറിയിട്ടില്ലേ? പണ്ടൊന്നുമില്ലായ്മയുടെ കാലത്ത് മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്ന മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിന്ന് ഇന്ന് നമ്മുടെ മുട്ട് എന്ത് ചെയ്യത്തില്ല? മുട്ട് മടങ്ങുന്നില്ല. നമ്മുടെ മുട്ട് എന്ത് ചെയ്യുന്നില്ല? എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുന്നതേ ഉള്ളൂ. നമ്മുടെ മുട്ട് വ്യക്തിഗതമായ പ്രാർത്ഥനകളിൽ നമ്മുടെ തലമുറയുടെ മുൻപാകെ മാതൃകയാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? 2, നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ. ക്രിസ്തീയ പാരമ്പര്യം തന്നെ എന്തായിരുന്നു?
എന്തായിരുന്നു? പണ്ടൊരു ദേശത്തൊരു ക്രിസ്ത്യാനിയുടെ വീടുണ്ടായിരുന്നെങ്കിൽ രാവിലെയും വൈകുന്നേരവും അവിടുത്തെ പാട്ട് കേട്ടാണ് ആ ദേശം ഉണർന്നിരുന്നത്. എന്നാൽ എന്നോ നമുക്ക് യൂട്യൂബിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ പാട്ട് രാവിലെ വെച്ച് നമ്മൾ കിച്ചണിൽ ഞാൻ കുക്ക് ചെയ്യുമെന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ നമ്മുടെ ഭവനങ്ങളിലെ കുടുംബ പ്രാർത്ഥനകൾ തരം താന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ ഒരു കെമിസ്ട്രി ആയിരുന്നു വീടിന്റെ, അല്ലെ? കുടുംബ പ്രാർത്ഥനകളിൽ ഇല്ല പോരാ എന്നല്ലായിരുന്നു അവർ പ്രാർത്ഥിച്ചിരുന്നത്. സകലത്തെയും പ്രതി നന്ദി പറഞ്ഞുകൊണ്ടാ. കാരണം അന്ന് ഒരു നേരം കഴിക്കാൻ ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ കാര്യമായിരുന്നു. പ്രാർത്ഥനകളിൽ നമ്മൾക്ക് മാതൃകയാകാൻ, കുടുംബ പ്രാർത്ഥനകളിൽ ചിട്ടയുണ്ടാകാൻ, കുടുംബ പ്രാർത്ഥനകളിൽ സമയം ക്രമീകരിക്കാൻ, കുഞ്ഞിന്റെ ഓൺലൈൻ ക്ലാസ്സും മമ്മിയുടെ സീരിയലും ഡാഡിയുടെ ന്യൂസും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക നമ്മൾ ഇന്ന് എന്തിന്? കുടുംബ പ്രാർത്ഥനകൾക്ക്. ഇത് ദുഷ്കാലമാണ്. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. മക്കളുടെ മുൻപാകെ കുടുംബ പ്രാർത്ഥനകളിൽ മാതാപിതാക്കൾക്ക് മാതൃകയാകാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. പത്രോസ് നടന്നുപോയ വീതികളിൽ പത്രോസിന്റെ നിഴലേറ്റ രോഗികൾ സൗഖ്യപ്പെട്ടെങ്കിൽ നമ്മുടെ നിഴലിൽ പാർക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ സ്ഥാനപതിയായിട്ട് കുടുംബത്തിൽ എഴുന്നേറ്റേ മതിയാവും. വ്യക്തി പ്രാർത്ഥനകളിൽ കുടുംബങ്ങൾക്ക് മാതൃകയായി നാം തീരണം. നമ്മുടെ കണ്ണുനീരിൽ ക്രിസ്തുവിന്റെ മാതൃകയായി തീരണം. കണ്ണുനീരോടുകൂടി അവൻ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച ക്രിസ്തുവിന്റെ മാതൃക നമ്മളുടെ ഭവനങ്ങളിൽ ഉണ്ടാകണം. നമുക്കറിയാം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 17 മുതൽ പരിശോധിക്കുമ്പോൾ കാണാം, സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയച്ചു വരുത്താൻ പറയുന്നുണ്ട്. എന്തിനാ സാമർഥ്യക്കാരി ആ സ്ത്രീകളെ വിളിക്കുന്നത്? അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരട്ടെ എന്നാണ് വചനം പറയുന്നത്. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരട്ടെ എന്ന്. ഹാഗാറിന്റെ കണ്ണുനീര് കണ്ടിട്ട് കുഞ്ഞിന്റെ മുൻപിൽ ഉറവയെ കൊടുത്ത ഒരു ദൈവം ജീവിക്കുന്ന ദൈവമല്ലേ? പ്രിയ അമ്മമാരെ, അടഞ്ഞു നിൽക്കുന്ന പല വാതിലുകളും തുറക്കുവാൻ അമ്മമാരുടെ കണ്ണുനീർ മുഖാന്തരമായി തീർന്നിട്ടില്ലേ? നമ്മുടെ കണ്ണുനീർ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറക്കാൻ മതിയായതാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാകണം. നമുക്കറിയാം ശിംശോനെ കുറിച്ച്. ആരായിരുന്നു ശിംശോൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ മുൻപിൽ ശിംശോൻ അത്ര പോരാ. കാരണം ശിംശോൻ മോശമായ കാര്യം ചെയ്തിട്ട് നഷ്ടപ്പെട്ടു പോയ ഒരാളായിട്ടാണ് നമ്മൾ ശിംശോനെ കാണുന്നത്. എന്നാൽ ദൈവം എഴുന്നേൽപ്പിച്ച ന്യായാധിപതിയായിരുന്നു ആര്? ശിംശോൻ. ഗർഭം മുതൽക്ക് തന്നെ ദൈവത്തിന്റെ പദ്ധതിയാൽ ജനിച്ചവനായിരുന്നു ശിംശോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം തൊട്ട് 17-ാം അധ്യായം വരെ ശിംശോന്റെ ജീവിതമുള്ളൂ. എങ്കിലും ആദ്യ ഭാഗങ്ങളിൽ നമ്മളൊന്ന് വായിക്കണം ആരാണ് ശിംശോൻ എന്ന്. 14-ാം അധ്യായത്തിൽ ശിംശോൻ തിമ്നയിലേക്ക് പോകുമ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ വരികയാണ്. ഒരു ബാലസിംഹം അവന്റെ നേരെ വന്നപ്പോൾ ആയുധമൊന്നും കയ്യിലില്ലാതെ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ അവൻ നിറഞ്ഞുവെന്നും ഒരു ആട്ടിൻകുട്ടിയെ പോലെ ആ സിംഹത്തെ അവൻ കീറിക്കളഞ്ഞു എന്നാണ് 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 15-ാം അധ്യായമാകുമ്പോൾ ശിംശോനെ ഫെലിസ്ത്യർ കെട്ടിയിടുന്നുണ്ട്. ശിംശോൻ ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനിൽ നിറഞ്ഞു. അവനെ കെട്ടിയിരുന്ന കയറ് ഒരു ചണനൂൽ പോലെ ചാരമായി പോയി എന്നാണ് 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. വീണ്ടും ശിംശോൻ ദാഹത്താൽ വലഞ്ഞപ്പോൾ യഹോവാവിന്റെ മുൻപിൽ മരുഭൂമിയിൽ നീരുറവ തുറന്നു കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളുടെ മക്കൾ ഈ ലോകത്തിൽ നടക്കുമ്പോൾ നമ്മൾ ദുഷ്ടനായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞു പുതിയ തലമുറയെ തേടി നടക്കുമ്പോൾ നമ്മുടെ മുൻപിൽ വെച്ച് നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ആത്മാവ് അവരിൽ വന്നു നിറയണം. അങ്ങനെ തന്നെയാണ് ആ വാക്യം. ശിംശോന്റെ മേൽ ആത്മാവ് വന്നു നിറഞ്ഞു, അവൻ ആ സിംഹത്തെ കീറിക്കളഞ്ഞു. നമ്മുടെ തലമുറയെ നശിപ്പാൻ, നമ്മുടെ ഭവനത്തെ നശിപ്പിക്കുവാൻ കടന്നു വരുന്ന ദുഷ്ടന്റെ ആത്മാവിനെ കീറിക്കളയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന കവചം ധരിക്കുവാൻ, സ്ഥാനപതികളായി നിൽക്കുവാൻ ഭവനത്തിൽ മാതാപിതാക്കൾക്ക് സാധിക്കണം. വീണ്ടും കെട്ടിയിരിക്കുന്ന പല ബന്ധനങ്ങളെയും അഴിച്ചു കളയുവാൻ
പലരെയും അന്വേഷിച്ചു പോകുന്ന ഒരു പ്രവണത നമ്മളുടെ ഇടയിലുണ്ട് അല്ലെ. ഭവനത്തിൽ ബന്ധനമാണെന്ന് പറഞ്ഞ് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ പലരെയും അന്വേഷിച്ചു പോകുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങിയപ്പോൾ ബന്ധനം ചാരമായി പോയി എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ഇത് തന്നെയാ കൊറോണ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. ഞാനിപ്പോൾ പലയിടത്തും അത് പറയുകയുണ്ടായി. ആദിയിൽ ദൈവം പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചു, പിന്നെ പുത്രൻ മുഖാന്തരം സംസാരിച്ചു, പിന്നെ റൂഹ മുഖാന്തരം സംസാരിച്ചു. എന്നിട്ട് നിവർത്തിയില്ലാതെ വന്നപ്പോൾ ഇപ്പൊ കൊറോണ മുഖാന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക. കൊറോണ നമ്മളെ വലിയ ശത്രുവൊക്കെയാ, പക്ഷെ കൊറോണ നൽകുന്ന ഒരുപാട് പാഠമുണ്ട്. ഈ കൊറോണയുടെ സ്വഭാവം നമ്മളിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്നേ രക്ഷപ്പെട്ടേനെ. എന്താ കൊറോണയുടെ പ്രത്യേകത? എന്താ പ്രത്യേകത? ഇങ്ങനെ മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കുക, മാറ്റത്തിന് വിധേയപ്പെട്ടുകൊണ്ടേയിരിക്കുക. എന്നാൽ ഇത്രത്തോളം വചനം കേട്ടിട്ടും ഒരു മാറ്റം നമ്മളിൽ ഉണ്ടായോ? കൊറോണ ഇപ്പൊ എത്ര വകഭേദം വന്നു, നമ്മളിൽ ഈ എത്രത്തോളം കേട്ടിട്ടും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? എഴുന്നേറ്റ് പോവാ, പിന്നെയും പഴയ പോലെ. ആദ്യം തന്നെ കൊറോണ പഠിപ്പിച്ച പാഠം എന്താണ്? ബ്രേക്ക് ദ ചെയിൻ എന്നാണ്. കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ മതിയാവൂ? ബ്രേക്ക് ദ ചെയിൻ. നമ്മളുടെ ചെയിനുകൾ ബ്രേക്ക് ചെയ്യണം. ഏത് ചെയിനുകളാണ് ബ്രേക്ക് ചെയ്യേണ്ടത്? എൻ്റെ കുടുംബം ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, ഞങ്ങൾ അല്ലേലും നന്നാവത്തില്ല, ഞങ്ങളെ പലരും ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ള ചില ചെയിനുകളുണ്ടല്ലോ. മറ്റുള്ളവരെ കുറിച്ച്, എൻ്റെ സഹോദരനെ കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുണ്ടല്ലോ, എൻ്റെ അയൽക്കാരനെ കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുണ്ടല്ലോ. വി ഷുഡ് ബ്രേക്ക് ദ ചെയിൻ. കൊറോണ നമ്മളോട് പറയാണ്, നിന്റെ ജീവിതത്തിൽ നീയായിട്ട് തീർത്തിരിക്കുന്ന പല ചങ്ങലകളുമാണ് നിന്റെ രോഗത്തിന്റെ കാരണം. നീയായിട്ട് തീർത്തിരിക്കുന്ന പല ചങ്ങലകളുമാണ് നിന്റെ ശാപത്തിന് കാരണം. നീയായിട്ട് തീർത്തിരിക്കുന്ന പല ചങ്ങലകളുമാണ് വൈരാഗ്യത്തിന്റെ കാരണം. ഫസ്റ്റ് യു ഷുഡ് ബ്രേക്ക് ദ ചെയിൻ. ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? നമ്മുടെ ചെയിനുകളെ, കർത്താവേ നിന്റെ ആത്മാവിനാൽ എൻ്റെ ചെയിനുകളെയൊക്കെ ഒന്ന് പൊട്ടിച്ചു കളയാൻ എന്നെ സഹായിക്കണമേ. കൊറോണ പഠിപ്പിച്ച പാഠമാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. കൊറോണ എന്താ നമ്മളെ പഠിപ്പിച്ചേ? എങ്ങനെ ഇരുന്ന പള്ളിയാണല്ലേ ഇപ്പൊ വേണ്ട അവിടെ ഇവിടെ ഓരോരുത്തരായിരിക്കുന്നത്. കാരണം എന്താണ്? സോഷ്യൽ ഡിസ്റ്റൻസിങ്. എന്നാൽ നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാത്തവർക്ക് വേണ്ടി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പണ്ട് നമ്മൾ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചത്? കർത്താവെ, ഞാന്, എൻ്റെ അച്ചായനും എൻ്റെ പിള്ളേരും. തിരിച്ച് വീണ്ടും എൻ്റെ പിള്ളേരും എൻ്റെ അച്ചായനും ഞാനും. ഇന്ന് നമ്മൾ പത്രം എടുക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാ? കർത്താവെ, പത്രക്കാരനോട് കൂടെ നീ ഉണ്ടായിരിക്കണേ. കാരണം എന്താണ്? അയാൾ തൊട്ട പത്രമാണ് അല്ലേ? എനിക്കും എന്തു വരും? മീൻ വാങ്ങിക്കുന്ന മീൻകാരൻ്റെ അടുത്ത് പണ്ട് 5 രൂപ കുറച്ച് ചോദിക്കും. ഇന്ന് നമ്മൾ എൻ്റെ പ്രാർത്ഥിക്കുള്ളൂ, 5 രൂപ ഞാൻ കൊടുക്കാൻ കർത്താവേ, അവന് കൊറോണ വരാതെ അല്ലേ? മീൻ തരുന്ന ഇന്നയാൾക്ക് കൊറോണ, സലീമിന് കൊറോണ വരാതെ നീ കാത്തോണേ. പച്ചക്കറി കട ചെല്ലുമ്പോൾ അയാളെ നമ്മൾ ദയനീയമായിട്ട്, കർത്താവേ അയാൾക്കും കൊറോണ വരല്ലേ, നമുക്ക് വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി? സോഷ്യലി നമുക്ക് പല ഡിസ്റ്റൻസുകളും ഉണ്ടെങ്കിലും ഹൃദയം കൊണ്ട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ ആര് പഠിപ്പിച്ചു? കൊറോണ നമ്മളെ പഠിപ്പിച്ചു. വീണ്ടും കൊറോണ പറയാണ്, വാഷ് യുവർ ഹാൻഡ്സ്. എപ്പോഴും കഴുകുക. എത്രയോ കാലമായിട്ട് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്, കഴുകപ്പെടണം. ഓരോ ഉപവാസ പ്രാർത്ഥനകളിലും നമ്മളോട് പറയും, നിനവേക്കാർ കഴുകിയതുപോലെ നിങ്ങൾ കഴുകപ്പെടണം. ആര് കഴുകാൻ? ഉപവാസവും കഴിഞ്ഞ് കഞ്ഞിയും കുടിച്ച് 2 ദിവസം ഈ ആത്മാവ് കാണും, പിന്നെയും പഴയതുപോലെയാവും. എന്നാൽ നമ്മൾ കൈ കഴുകാൻ മറക്കുമോ? ഇല്ല. വീണ്ടും പറയാണ്, യു ഷുഡ് സാനിറ്റൈസ്. എപ്പോഴും സാനിറ്റൈസ് ചെയ്യണം. ദൈവത്തിന്റെ ഈ സോപ്പ് കൊണ്ട് അല്ലെ, കർത്താവിന്റെ തിരുരക്തത്താൽ കഴുകപ്പെടണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോ കേൾക്കാൻ നമുക്ക് കൊറോണ നമ്മളോട് പറയാണ്, കഴുകപ്പെടണം. പിന്നീട് പറയാണ്, സോപ്പിട്ട് കഴുകണം. അത് തന്നെയാണ് കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. സോപ്പിടുക എന്ന് പറയുന്നത് എന്താ? ഉപ്പിനാൽ രുചി വരുത്തിയ സംസാരങ്ങൾ ഭവനത്തിലുണ്ടെങ്കിൽ കലഹങ്ങൾ കുറെ ഇല്ലാതെയാകും. നമ്മുടെ ഭവനങ്ങൾ പ്രാർത്ഥന ഭവനങ്ങളാകണം. നമ്മുടെ ഭവനങ്ങൾ ബോധന ശുശ്രൂഷകൾ നടത്തണം.
12 വയസ്സ് മാത്രം പ്രായമുള്ള യേശു എന്ന ബാലൻ ന്യായശാസ്ത്രിമാരുടെ സഭയിലിരുന്ന ന്യായപ്രമാണത്തെക്കുറിച്ച് തർക്കിച്ചുവെങ്കിൽ ആ ന്യായപ്രമാണ ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ളൊരു ബോധ്യം ആ ബാലന് ലഭിച്ചത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ സ്ഥാനപതികളായി നിന്നുകൊണ്ട് നമ്മുടെ മക്കളെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കണം. ലോകത്തിൽ എന്തെല്ലാം നേടിയാലും ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കൂടെ ഇല്ല എങ്കിൽ നീ അതിജീവിക്കുകയില്ല മകനെ. അതുകൊണ്ട് ദൈവാത്മാവിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം ബോധന ശുശ്രൂഷകൾ നമ്മുടെ ഭവനത്തിൽ കൊടുക്കണം. സേവന ശുശ്രൂഷ. പണ്ടത്തെ കാലത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇല്ലായ്മയുടെ കാലത്ത് പിടിയരി എടുത്ത് മാറ്റി വെച്ചിട്ട് ഇല്ലാത്തവന് കൊണ്ടു കൊടുക്കുന്ന ഒരു പാരമ്പര്യം അന്ന് ക്രിസ്തീയ ഭവനങ്ങളിൽ ഉണ്ടായിരുന്നു. ഇല്ലേ? അന്ന് ഓരോ ചാക്ക് മേടിച്ചു കൊടുക്കാനൊന്നും നിവർത്തിയില്ല. അമ്മമാർ ഓരോ ദിവസവും അരി ഇടുമ്പോൾ ഒരു പിടി അരി എടുത്ത് മാറ്റി വെക്കും. എന്തിന്? മാസാവസാനം ഇല്ലാത്തവൻ വരുമ്പം ഇന്ന് സ്വന്തം വീട്ടിൽ അരി ഇടുമ്പോ പോലും അരി കഴുകുമ്പോഴും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇനി എനിക്ക് എന്തെല്ലാം ജോലിയാ, എന്നെ കാണാൻ ആരുമില്ല, എന്നെ കേൾക്കാനൊന്നുമില്ല. അപ്പൊ എങ്ങനെ നമ്മളുടെ ആഹാരത്തിലൂടെ അനുഗ്രഹം നമ്മുടെ തലമുറയിൽ ഉണ്ടാകും? അല്ലെ? അരിയുന്ന വേഗത, പാത്രം ഇടുന്ന വേഗതയൊക്കെ കേൾക്കുമ്പോൾ വീട്ടിലിരിക്കുന്നവർക്ക് എന്തറിയാം? ഓരോന്നും നിങ്ങൾ കൃപയോടുകൂടിയും ഉപ്പിനാൽ രുചി വരുത്തിയതുമാകണം. നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ സംസാരം കൊണ്ടോ നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമുണ്ടാകരുത്. നമ്മൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിങ്ങളുടെ മേൽ നിഴലിടും. ആകയാൽ നിങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് വിശുദ്ധ പ്രജയായി തീരണം എന്നാണ് ഇന്നിന്റെ സന്ധ്യയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്. ആയതിന് പരിശുദ്ധ ജീവിതം നയിക്കുവാൻ മറിയാമിനെ പോലെ ദൈവസന്നിധിയിൽ കൃപ നിറഞ്ഞവളെ എന്നൊരു വിളി കേൾക്കുവാൻ നമ്മുടെ ജീവിതം മുഖാന്തരമാകണം. നമ്മുടെ ജീവിതമാകുന്ന പത്രം ദൈവത്തിന്റെ മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ഏദനിലെ പത്രം പോലെ പലപ്പോഴും ഞങ്ങളായി തീർന്നിട്ടുണ്ട്. എന്നാൽ നസ്രത്തിലെ പത്രം പോലെ ഞങ്ങളുടെ ഭവനത്തെ ആക്കി തീർക്കണമേ, ഞങ്ങളുടെ തലമുറയാക്കി തീർക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് നിറയണമേ, നിറഞ്ഞ് ഞങ്ങളുടെ ഭവനത്തിൽ ജ്വലിക്കണമേ, നിറഞ്ഞ് ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് തുളുമ്പണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും പറയാണ്, നമ്മൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. ക്രിസ്തുവിന്റെ സ്ഥാനപതികളായി നിൽക്കുമ്പോൾ പ്രാർത്ഥന എന്ന ശുശ്രൂഷയും ബോധനം എന്ന ശുശ്രൂഷയും സേവനം എന്ന ശുശ്രൂഷയും കുടുംബത്തിൽ വെച്ച് നമ്മുടെ മക്കൾ പഠിക്കണം. ഇല്ലാത്തവന് തേടിപ്പിടിച്ച് കൊടുക്കുന്ന പാരമ്പര്യം ഏതില്ലായ്മയിലും നമ്മൾ ശീലിക്കണം. ഏതില്ലായ്മയിലും ദേവാലയത്തിന് കൊടുക്കുന്ന, ഏതില്ലായ്മയിലും ഇല്ലാത്തവന് കൊടുക്കുന്ന ഒരു പാരമ്പര്യമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത് നമ്മുടെ തലമുറകൾ കണ്ടുപഠിക്കുവാൻ അപ്രകാരം പരിശുദ്ധാത്മാവ് നിറഞ്ഞ മാതാപിതാക്കളായിരിക്കണം. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. നമ്മൾ ഓരോരുത്തരും സ്വർഗ സിയോനിലേക്ക് ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന വിശ്വാസത്തിന്റെ കപ്പലിലെ ധീരന്മാരായ സഞ്ചാരികളാണ്. ഓരോ അപ്പനും ആ കപ്പലിന്റെ കാര്യസ്ഥനാണ്. ഓരോ അമ്മയും ആ കപ്പലിലെ കാര്യസ്ഥയാണ്. സ്വർഗ സിയോനിലേക്ക് ലക്ഷ്യം വെച്ച് സഞ്ചരിക്കുന്ന കപ്പലിൽ യാത്രാമധ്യേ ലോകമാകുന്ന വെള്ളത്തിന്റെ മധ്യത്തിൽ വെച്ച് കപ്പലിൽ സുഷിരങ്ങൾ വീഴാതെ സൂക്ഷിക്കണം. കാരണം എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇല്ല എങ്കിൽ കപ്പലിൽ സുഷിരം വീഴും. കപ്പലിൽ സുഷിരം വീഴുമ്പോൾ ലോകമാകുന്ന വെള്ളം കപ്പലിനകത്തേക്ക് പ്രവേശിക്കും. നാം അറിയാതെ നമ്മുടെ കപ്പൽ വെള്ളത്തിൽ മുങ്ങി മുങ്ങി നടുക്കിടലിൽ ലോകത്തിൽ താണുപോകും. ആയതുകൊണ്ട് കർത്താവേ, നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിതം ഒരു നല്ല വിശ്വാസ കപ്പലായിട്ട് സ്വർഗസിയോനോളം എത്തിച്ചേരും വരെയും വിശ്വസ്ത മാതാപിതാക്കളായി, ക്രിസ്തുവിന്റെ നല്ല പത്രമായി, ക്രിസ്തുവിന്റെ സ്ഥാനപതികളായിട്ട് ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ അനുദിനം ഞങ്ങളെ കഴുകണമേ, അനുദിനം ഞങ്ങളെ നിറയ്ക്കണമേ, അനുദിനം ഞങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.